കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിൽ അവതരിപ്പിച്ച ഒരു സംവാദ പരിപാടി വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടേത് വെറും ഒരു സംവാദ പരിപാടിയല്ല. ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കോൺഗ്രസ് അവിടെ വലിയ നീക്കങ്ങൾ നടത്തുന്നു എന്ന സൂചനയാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ അയോധ്യ രാമക്ഷേത്ര കൊള്ളയടക്കം ഉയർന്നു. ആ വിവാദം കെട്ടടങ്ങിയിട്ടില്ല ഇതുവരെ. BJPയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് യോഗി ആദിത്യനാഥ് സർക്കാരിനെതിരെ വലിയ ജനരോഷം ഉയർന്നിരുന്നു. അതിനിടയിലാണ് CJP സമരം ദേശീയ തലത്തിൽ വലിയ വാർത്തയായി മാറിയത്. അങ്ങനെ രാജ്യത്തെ യുവാക്കൾ മുഴുവൻ നരേന്ദ്രമോദി സർക്കാരിനെതിരായി പല പരാമർശങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിനിടയിൽ ഈ അവസരം പരമാവധി മുതലെടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഉത്തർപ്രദേശ് പോലുള്ള ഒരു സംസ്ഥാനം ഇങ്ങനെ ഒരു പരിപാടിക്ക് തെരഞ്ഞെടുത്തത് മനഃപൂർവ്വമാണ് എന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ വലിയ രീതിയിൽ തങ്ങളിലേക്ക് ആകർഷിക്കാൻ രാഹുൽ ഗാന്ധി ലക്ഷ്യമിടുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധി ആ പരിപാടിയിൽ ഉന്നയിച്ചത്. 1000 യുവതി യുവാക്കളിൽ വെറും 12 പേർക്ക് മാത്രമാണ് സ്ഥിരമായ ഒരു ജോലി ലഭിക്കുന്നത് എന്നാണ് രാഹുൽ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞത്. സോഷ്യൽ മീഡിയയ്ക്ക് അടിമകളാക്കി യുവാക്കളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ വഴിതെറ്റിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി 40 കോടി വരുന്ന ഊർജ്ജസ്വലരായ യുവജനങ്ങളാണ് എന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടന്ന ഈ പരിപാടിയിൽ വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തമാണ് ഉണ്ടായത്. അവിടെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം രാഹുൽ ഉന്നയിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഞാൻ നിങ്ങൾക്ക് കണക്കുകൾ തരാം. ഓരോ 1000 ചെറുപ്പക്കാരിലും വെറും 12 പേർക്കാണ് സ്ഥിരം ജോലി കിട്ടുന്നത്. 150 ചെറുപ്പക്കാരിൽ ഒരാൾക്ക് മാത്രമാണ് സർക്കാർ ജോലി കിട്ടുന്നത്. നിങ്ങളുടെ ഡാറ്റയാകട്ടെ നിങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത് ജിയോ, അദാനി, ഫേസ്ബുക്ക്, ഗൂഗിൾ പോലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നു. നിങ്ങളൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് രാഹുൽ വിദ്യാർത്ഥികളോട് പറഞ്ഞു. രാജ്യത്തെ യുവജനത കടുത്ത തൊഴിലില്ലായ്മ നേരിടുകയാണെന്നും കയ്യിലൊരു ബിരുദമുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇനി ജോലി ലഭിക്കുന്നില്ല എന്നും രാഹുൽ ഗാന്ധി ആഞ്ഞടിച്ചു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ യുവാക്കളുമായി സംവദിക്കവെയാണ് രാജ്യത്തെ തൊഴിൽ പ്രതിസന്ധിയെ പറ്റി രാഹുൽ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത്. എന്തായാലും ഉത്തർപ്രദേശിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് BJPയെ ഇപ്പോൾ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. കാരണം അവിടെ അയോധ്യ രാമക്ഷേത്ര കൊള്ളയടക്കം BJPക്ക് തിരിച്ചടിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാഹുൽ ഇപ്പോൾ യുവാക്കളെ കൂടി കയ്യിലെടുക്കാൻ ശ്രമം നടത്തുന്നത്.